ഹായ് ഗായ്സ്, ക്ലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 12th വീക്ക് എവിക്ഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അവരിൽ നിന്ന് ഒരു 2 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാം. നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആരെയാണ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് രാത്രി 7 മണി വരെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അഭിഷേക് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ജാസ്മിനിൽ നിന്നാണ് അട്ടിമറി മുന്നേറ്റവുമായിട്ട് 1-ാം പൊസിഷൻ തിരിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1,40,40,321 എന്ന കൂറ്റം വോട്ട് നേടി തന്റെ 1-ാം പൊസിഷൻ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് അഭിഷേക്. 2-ാം പൊസിഷനിലേക്ക് ജാസ്മിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസമാണ് ജാസ്മിൻ തള്ളപ്പെട്ടിരിക്കുന്നത്. ഏവരും അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അഭിഷേകിൽ നിന്ന് വോട്ടിങ്ങിന്റെ തുടക്കത്തിലെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1,40,44,333 വോട്ട് നേടി 2-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 3-ാം പൊസിഷനിൽ ഋഷി തന്നെയാണ് തുടരുന്നത്. ഋഷി വമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് നല്ലൊരു മുന്നേറ്റം ഋഷിയുടെ ഭാഗത്ത് നിന്ന് ഈ ആഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലെ പ്രകടനത്തെ ആസ്പദമാക്കിയാണെന്ന് തോന്നുന്നു ഋഷിക്ക് വോട്ട് കയറുന്നത്. ഇപ്പോൾ 1,27,508 വോട്ട് നേടി 3-ാം പൊസിഷനിൽ തന്നെ തുടരാൻ സാധിച്ചിട്ടുണ്ട് ഋഷിക്ക്. 4-ാം പൊസിഷനിൽ ശ്രീധുവാണ് ഉള്ളത്. ശ്രീധുവിന് ഇപ്പോൾ വോട്ടിംഗ് ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ വലിയൊരു അന്തരമാണ് ഋഷിയുമായിട്ട് ഇപ്പം കണ്ടുവരുന്നത്. 1,27,008 വോട്ട് നേടി 4-ാം പൊസിഷൻ തന്നെ തുടരുകയാണ് ശ്രീധു. 5-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി നോറ കയറി വന്നിരിക്കുകയാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് സായിയെ അട്ടിമറിച്ചുകൊണ്ടാണ് 5-ാം പൊസിഷനിലേക്ക് നോറ കയറി വന്നത്. എന്നാൽ പിന്നീട് പുറകിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സായിയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1,06,750 വോട്ട് നേടി 5-ാം പൊസിഷൻ തന്നെ തുടരുകയാണ്. 6-ാം പൊസിഷനിലേക്ക് ഇപ്പോൾ സായിയാണ് നിലകൊള്ളുന്നത്. 1,05,989 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. നോറയുമായിട്ട് ഏകദേശം ഒരു 50 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഈ പൊസിഷൻ മാറി മറിയാം. 7-ാം പൊസിഷനിൽ നന്ദന തന്നെയാണ് തുടരുന്നത്. ഈ തവണ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നന്ദന. 1,07,080 വോട്ട് നേടി 7-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. ഡേഞ്ചർ സോണിൽ തന്നെയാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് ആശ്രയിച്ചിരിക്കും നന്ദനയുടെ ഭാവി. ഏതായാലും കൃത്യമായ വോട്ടിംഗ് അറിയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.